നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടാറ്റ ഹാരിയർ .tv. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും ടാറ്റ ഹാരിയർ .ev കാത്തിരിക്കാൻ കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു മല ഈ ഒരു വാഹനം കീഴടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഡോക്ടർ ഫഹദ് എന്നൊരു മലയാളിയാണ് വാഗമണിലെ ആ മലമുകളിലേക്ക് ടാറ്റ ഹാരിയർ .ev ഓടിച്ച് കയറ്റിയത്. അത് എല്ലാവരും ആശ്ചര്യപ്പെടുത്തിയൊരു സംഭവമായിരുന്നു. കാരണം നമ്മളൊക്കെ എപ്പോഴും വാഗമണി പോകുന്നതാണ്. അങ്ങനെ തലയുയർത്തിരിക്കുന്ന ആ മലയുടെ മുകളിലേക്ക് ഒരു വാഹനം കയറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് വളരെ കൂളായിട്ട് ഡോക്ടർ ഫഹദ് ഈ വാഹനം ഓടിച്ച് കയറ്റിയത്. അത് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിച്ചു. അന്ന് തൊട്ട് ആളുകളൊക്കെ നോക്കിയിരിക്കുകയാണ് ടാറ്റ ഹാരിയർ .ev എപ്പോൾ വരും എന്ന ചോദ്യവുമായിട്ട്. ഏതായാലും ആ വാഹനം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഡീലർഷിപ്പുകളിലൊക്കെ എത്തിക്കഴിഞ്ഞു. ഇതിനു മുമ്പ് 1-2 തവണ ഈ വാഹനം ഓടിക്കാൻ വേണ്ടി നമ്മുടെ മീഡിയയൊക്കെ ടാറ്റ കൊണ്ടുവരുന്നു. ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അന്ന് ഓടിക്കാൻ സാധിച്ചില്ല. എന്തായാലും അത് 4 വീൽ ഡ്രൈവ് വാഹനങ്ങളായിരുന്നു അന്ന് മീഡിയ ഡ്രൈവിനായിട്ട് കൊടുത്തത്. നമ്മൾ എത്ര പേര് 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ വാങ്ങിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ വലിയ ആവശ്യമൊന്നുമില്ല. തന്നെയല്ല, വില എപ്പോഴും വളരെ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള 2 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് മോഡലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് റേഞ്ച് 4 വീൽ ഡ്രൈവ് വാഹനത്തെക്കാളും കൂടുതലാണ് എന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ 4 വീൽ ഡ്രൈവ് ഉള്ള ഏക ഇലക്ട്രിക് വാഹനം ഇതാണെന്നാണ് പറയേണ്ടത്. 4 വീൽ ഡ്രൈവ് വാഹനത്തെ ക്വാഡ് വീൽ ഡ്രൈവ് QWD എന്നാണ് കമ്പനി വിളിക്കുന്നത്. അതിൽ 2 ആക്സിലുകളിൽ 2 മോട്ടോറുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇത് റിയർ വീൽ ഡ്രൈവാണ്. പിൻ ആക്സിലിൽ മാത്രമാണ് മോട്ടോർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും വാങ്ങിക്കാൻ പോകുന്ന, എനിക്ക് തോന്നുന്നു 95% പേരും വാങ്ങിക്കാൻ പോകുന്നത് 2 വീൽ ഡ്രൈവ് വാഹനമായിരിക്കും. നമ്മുടെ പൊതു സങ്കല്പം അനുസരിച്ച് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവെ മല കയറ്റാൻ കൊണ്ടുപോകാറില്ല. കാരണം റേഞ്ച് ആങ്സൈറ്റിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 2 വീൽ ഡ്രൈവ് വാഹനമായിരിക്കും അധികം പേരും വാങ്ങിക്കാൻ പോകുന്നത്. 2 വീൽ ഡ്രൈവിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു വേരിയൻറ്റ് കൂടിയുണ്ട്. അതിൻ്റെ പേര് സ്റ്റെൽത്ത് എന്നാണ്. അത് ഫുൾ ബ്ലാക്കാണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ബ്ലാക്കാണെന്നല്ലാതെ മറ്റു വ്യത്യാസമൊന്നുമില്ല. 4 വീൽ ഡ്രൈവ് വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഒന്ന് ടെറൈൻ മോഡുകൾ. കാരണം ഇത് 4 വീൽ ഡ്രൈവ് വാഹനം അല്ലാത്തതുകൊണ്ട് ടെറൈൻ മോഡുകൾ ഇതിലില്ല. പിന്നെ ഇതിൻ്റെ 540 ഡിഗ്രി ക്യാമറയാണ് ഇതിലുള്ളത്. അതിൽ ഒരു ഫീച്ചർ, അതായത് ട്രാൻസ്പെറൻറ്റ് ബോണറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ മാത്രം 2 വീൽ ഡ്രൈവ് വാഹനത്തിലില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വാഹനമാണ് 2 വീൽ ഡ്രൈവിലുള്ള ഈ ഒരു ടോപ്പ് എൻഡ് മോഡൽ. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തെ ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇന്ത്യക്കാർ ഏത് വാഹനം കിട്ടിയാലും, അത് ഡീസലായാലും പെട്രോളായാലും ബെൻസായാലും ഓടിയായാലും ഏത് വാഹനമായാലും എന്തുണ്ട് മൈലേജ് എന്ന് ചോദിക്കുന്ന പോലെ ഈ വാഹനത്തിന് എന്തുണ്ട് റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഇതിന് 627 കിലോമീറ്ററാണ് ARAA സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്, അതായത് 2 വീൽ ഡ്രൈവിന്. 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ QWD എന്ന മോഡലിന് 622 കിലോമീറ്ററും 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും ഒരു 550 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് 627 പറയുമ്പോൾ. ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ വെറും 25 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകും. അതായത് 130 കിലോ വാട്ടിൻ്റെ ചാർജറിൽ. അല്ലെങ്കിൽ വളരെ സ്ലോ ചാർജറാണെങ്കിൽ 20 മണിക്കൂറോളം എടുക്കുമെന്നുള്ള മറ്റൊരു കാര്യം. ഇനി 7.2 കിലോ വാട്ടിൻ്റെ ചാർജറാണെങ്കിൽ ഏതാണ്ട് 7.5 മണിക്കൂറാണ് ഫുൾ ചാർജ് ആകാൻ വേണ്ടി വരുന്നത്. എന്തായാലും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് 250 കിലോമീറ്റർ ഓടാനുള്ള ചാർജൊക്കെ ആകുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. എങ്ങനെ നോക്കിയാലും വളരെ പ്രാക്ടിക്കലായ വാഹനമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മരിക്കുന്നത് മഹീന്ദ്രയുടെ 2 EVകൾക്ക് വേണ്ടിയാണ്. കാഴ്ചയിൽ വളരെ ഗംഭീരമായ ലുക്കുള്ള 2 വാഹനങ്ങൾ, 9eയും അതുപോലെ തന്നെ 6eയും. ആ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലുക്കിൽ ഇത് ഒരു ഹാരിയർ തന്നെയാണ്. ഇതിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു വലിപ്പവും ഇതിൻ്റെ ഒരു ഗാംഭീര്യവും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈനാണ് മഹീന്ദ്ര ആ 2 EVകൾക്കും കൊടുത്തതെങ്കിൽ ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ഹാരിയർ, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന രൂപമുള്ള ഹാരിയറിൻ്റെ അതേ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാണാം. തന്നെയുമല്ല, ഡിപ്പാർച്ചർ ആംഗിൾ അതുപോലെ അപ്രോച്ച് ആംഗിൾ, ഗ്രൗണ്ട് ക്ലിയറൻസ് 205 മില്ലിമീറ്ററാണ്. അതായത് കേരളത്തിലെ അമേരിക്കൻ നിലവാരമുള്ള റോഡുകളിലൂടെ പോകാൻ ഏറ്റവും പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, അതിപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 505 ലിറ്ററുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രാക്ടിക്കലാണ്. തന്നെയുമല്ല കാഴ്ചയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭംഗിയും ഗാംഭീര്യവും തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഹാരിയറുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ മുൻഭാഗത്ത് കാണുന്ന അടച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത്. അതായത് ഓപ്പണായിട്ട് കിടക്കുന്ന ഐസ് വാഹനങ്ങളിലെ ഗ്രില്ല് ഇത് അടച്ചു വയ്ക്കുന്ന രീതി അത് അതേപടി പിന്തുടർന്നിട്ടുണ്ട്. താഴെയായിട്ടാണെങ്കിലും ഈ കാണുന്ന ഈ ഒരു ഫിനിഷുള്ള അലുമിനിയം ഫിനിഷുള്ള ഈ ഭാഗവും നമുക്ക് ഈ ഒരു EVയുടെ പ്രത്യേകതയായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇവിടെ നെടുനീളത്തിൽ ഈ ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗംഭീര ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് വാഹനത്തിന്. ഇത് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററായിട്ടും പ്രവർത്തിക്കുന്നത്. നമ്മളത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു എയർ കർട്ടനാണ്. ഇതുവഴി ഇങ്ങനെ കാറ്റ് കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ എയറോ ഡൈനാമികത വർദ്ധിക്കുന്നു എന്നാണ് പറയേണ്ടത്. താഴെയായിട്ട് അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് നമ്മളെ മുൻഭാഗത്ത് നിൽക്കുമ്പോഴും ആകർഷിക്കുന്നത് എന്നാണ് പറയേണ്ടത്. എന്തായാലും മറ്റു വ്യത്യാസമൊന്നുമില്ല. വളരെ കനത്ത ആ ബോണറ്റ് ലൈനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ നിറവും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വശക്കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് 19 ഇഞ്ച് ടയേഴ്സാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എയറോ വീലും വളരെ ഭംഗിയായിട്ടുണ്ട്. 245/55 R ഇതിൻ്റെ ഒരു പ്രൊഫൈൽ പറയാവുന്നത്. അത് ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും വീൽ ട്രാവൽ മോശമല്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലാഡിങ് പോകുന്നു. അതുപോലെ തന്നെ ഈ കനത്ത ബോഡി ലൈനുകളൊക്കെ പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. ഇവിടെ .EV എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും താഴെയായിട്ട് ക്യാമറയും എല്ലാം കൊടുത്തിരിക്കുന്നു. ഞാൻ പറയാം 540 ഡിഗ്രിയാണ് ഇതിൻ്റെ ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത്. 360 വരെ നമ്മൾ കേട്ടിട്ടുള്ളത് 540 ആണ്. അതായത് ഇതിൻ്റെ അടിയിലും ക്യാമറയുണ്ട്. അതൊക്കെ ഈ 4 വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടും. കൂടാതെ മുൻഭാഗത്ത് ബോണറ്റ് ട്രാൻസ്പെറൻ്റായിട്ട് കാണുന്ന രീതിയിലുള്ള ആംഗിളുണ്ട്, ഒരു ക്യാമറ ആംഗിളുണ്ട്. പിന്നെ ഇതിന് റിവേഴ്സ് പാർക്കിംഗ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കീയിൽ തന്നെ ചെയ്യാവുന്നതാണ്. കീ പോക്കറ്റുണ്ട്, കാണിക്കാമേ. ഇതാണ് ഇതിൻ്റെ കീ. മറ്റ് കീകളിലൊന്നും കാണാത്ത മറ്റു വാഹനങ്ങൾക്കൊന്നും കാണാത്ത കീ സ്റ്റൈലാണ്. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലെ ഈ ഒരു ബട്ടണൊക്കെയാണ് നമുക്കിത് റിവേഴ്സ് പാർക്കിങ് റിമോട്ടായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമറകളെല്ലാം ഉള്ളതുകൊണ്ട് 540 ഡിഗ്രിയാണ് ക്യാമറ ആംഗിൾ എന്നാണ് പറയേണ്ടത്. താഴെയായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. അതിന് ബ്ലാക്ക് ഫിനിഷും അതിൽ ഒരു എലമെൻ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെയായിട്ടും ഈ ഒരു വലിയ ക്ലാഡിങ്ങാണ് നമ്മൾ കാണുന്നത്. അത് വീലാർസിൽ നിന്ന് തുടരുന്ന ക്ലാഡിങ്ങാണ്. മേൽഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു റൂഫ് റെയിൽ. അത് അതിൻ്റെ നിറവുമൊക്കെ ഈ ഒരു നിറത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം. ഇവിടെ നമുക്ക് കാണാവുന്നത് NFC കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. NFC കാർഡ് എൻ്റെ പോക്കറ്റിലുണ്ട്. ഇതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വാഹനത്തിൽ പ്രവേശിക്കാം. അത് സ്വൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെന്താണ്, പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ടാറ്റ ഹാരിയർ കണ്ടിരിക്കുന്ന അതേ രീതികളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ചെയ്ത ഭാഗം, അതുപോലെ ഈ ഭാഗം. ഇതാണ് എനിക്ക് ടാറ്റ ഹാരിയറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ രീതി. ഇവിടെ ആ ഭാഗമൊക്കെ അതേപോലെ നിലനിർത്തിയിരിക്കുന്നു. ചാർജിങ് സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഐസ് വാഹനത്തിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന അതേ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് മുൻഭാഗത്താകാമാരും തോന്നി. അതാണ് കൂടുതൽ സൗകര്യപ്രദം എപ്പോഴും നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ. ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊന്നും തന്നെ കാണാനില്ല. ഭംഗിയുള്ള രീതിയിലുള്ള ആ ഒരു വലിയ ടെയിൽ ലാമ്പും അതിന് നടുവിലുള്ള LED സ്ട്രിപ്പും ഒക്കെ അതേപടി കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ബ്ലാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും ഇൻഡിക്കേറ്റർ സ്പോയിലർ, ഈ ഹൈ ടോപ്പ് മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, പിന്നെ ഡീഫോഗർ, അതുപോലെ തന്നെ പിന്നിലും വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. ഹാരിയർ.TV എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തെ പിൻഭാഗത്തെ ഇലുമിനേറ്റഡ് ആണ് ഈ ഒരു ലോഗോ എന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി. അതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് തുറന്ന് നോക്കാം. കമോൺ. യെസ്,
ഇതാ 505 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്, ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ്. കൂടാതെ ഇവിടെ വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഔട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഹോം അപ്ലയൻസുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള എല്ലാ കാര്യവും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ബാറ്ററി പാക്കൊക്കെ ഉള്ളതുകൊണ്ട് അല്പം ഉയർന്ന ഫ്ലോറാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ സുഖമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുകയില്ല. പിന്നെ എന്താണ്, പിന്നെ അതിൻ്റെ അകത്ത് സ്പെയർ ടയറും കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സ്പേസും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ ബാറ്ററി ഫ്ലോറിലങ്ങനെ വിരിച്ചിരിക്കുന്നതുകൊണ്ടാണ് സ്പെയർ ടയർ കൊടുക്കാൻ വേണ്ടി അല്പം പ്ലാറ്റ്ഫോം ഉയർത്തേണ്ടി വന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും ഒരു വലിയ ഫാമിലിക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന, യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന 505 ലിറ്റർ ബൂട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാം. തന്നെയല്ല ബൂട്ട് ലിഡിന് ഗസ്റ്റർ കൺട്രോളും ഉണ്ട്. നമ്മൾ കാല് താഴെ വയ്ക്കുകയാണെങ്കിൽ താഴെ ഒന്ന് നനക്കി കൊടുത്താൽ മതി. കയ്യിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇവിടുത്തെ സെൻസറിൻ്റെ ഒരു സാധനം എഴുതി വെച്ചേക്കുന്നുണ്ടോ, അഡാസിൻ്റെ ഒരു സംഭവമാണ്, ഓട്ടോ ബ്രേക്സ് കീപ്പ് ഡിസ്റ്റൻസ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഓട്ടോ ബ്രേക്സ് കീപ്പ് ഡിസ്റ്റൻസ് എന്ന് എഴുതി വയ്ക്കുന്നത്. കാരണം അഡാസ് ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ അവരുടെ ഇഷ്ടം പോലെ ബ്രേക്ക് ചെയ്യുമെന്നുള്ളതുകൊണ്ട്, അതായത് ഓടിക്കുന്ന ആൾക്ക് പോലും വിവരം കിട്ടില്ല, പെട്ടെന്ന് വാഹനം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പിൻഭാഗത്ത് വരുന്നവർ അഡാസ് ഫീച്ചേഴ്സുള്ള വാഹനങ്ങളുടെ പിന്നിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ മറ്റൊരു കാര്യമുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ അപകടം ഉണ്ടായപ്പോഴാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചത്. അതായത് ഒരു EV ചാർജിങ് ശേഷം ഒരു അമ്മയും മോനും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു EV വന്ന്, അതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാണാം, ഒരു EV വരുന്നു, ചാർജ് ചെയ്യാൻ വേണ്ടി വന്നാൽ അത് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നിർത്തുന്നു. നിർത്തിയ ശേഷം ഓരൊറ്റ പോക്കാണ്, അവരെ ഇടിച്ച് തെറിപ്പിച്ച്. ആ കുഞ്ഞ് മരിച്ചു, അമ്മ ഗുരുതരാവസ്ഥയിലാണെന്ന് കേൾക്കുകയും ചെയ്തു. ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റ് വാഹനങ്ങൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ ഓടിച്ച് ശീലിച്ചവർക്ക് EVകളുടെ ആ ഒരു പെട്ടെന്നുള്ള പിക്കപ്പും ആ ഒരു പുള്ളിങ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ വാഹനം കൊണ്ട് നിർത്തിയിട്ട് വളരെ പതുക്കെയായിരിക്കും ആക്സിലേറ്റർ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വാഹനത്തിൻ്റെ പിക്കപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പിക്കപ്പ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് എടുത്ത് ചാടുന്ന പോലെ, കുതിര ചാടുന്ന പോലെ ചാടുകയും ആ അമ്മയെയും കുഞ്ഞിനെ ഇടിച്ച് താഴെ ഇടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ EVകൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ വാഹനങ്ങളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന കാര്യം, കുതിച്ച് ചാടിപ്പോകും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ EVകൾ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുൻഭാഗത്ത് അധികം പോയി നിൽക്കാതിരിക്കുക. കാരണം പലപ്പോഴും പുതുതായിട്ട് EV ഓടിച്ചു തുടങ്ങുന്നവരായിരിക്കും വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴും ഇതേ പ്രശ്നം സംഭവിക്കാം. എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ തന്നെയാണ് അതിൻ്റെ അത് പ്രതി എന്ന് പറയുന്നതും. ഞാനൊരു ഇലക്ട്രിക് വാഹനം, അതിപ്പോൾ വിപണിയിലെത്തിയിട്ടില്ല, അത് ആദ്യമായി ഓടിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെൻസറിൻ്റെ എന്താ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്റ്റാർട്ടാക്കുകയും ഇത് ചാടി കുതിച്ചങ്ങ് പോവുകയും ചെയ്തു. എൻ്റെ ഒരു സുഹൃത്ത് അനൂപ് അവിടെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അനൂപ് എൻ്റെ വരവ് കണ്ട് പെട്ടെന്ന് ചാടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അനൂപിന് ഇന്നലെ ആ കുട്ടിക്കുണ്ടായ ദുര്യോഗം തന്നെ ഉണ്ടായേനെ. ഏതായാലും അത് വളരെ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുൻഭാഗത്ത് പോയി നീക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ഓടിക്കുന്നവർ അതിൻ്റെ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വേണം ഓടിക്കാൻ. അല്ലെങ്കിൽ അപകടങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ EVകൾ വിറ്റുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു സമയത്ത് അല്പം ദുഃഖകരമായ കാര്യം പറഞ്ഞതിൽ ക്ഷമിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ ഹാരിയർ .EVയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. എന്തായാലും നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഹാരിയറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാവുന്ന മുൻഭാഗത്ത് അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ എയറോ വീലുമൊക്കെയാണ്. പിന്നെ .EV എന്നുള്ള ബാഡ്ജിങ്, മറ്റ് വ്യത്യാസങ്ങളൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനാവില്ല. ഇൻറ്റീരിയറിലാണ് കാര്യമായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ ആധിക്യമുള്ളത്. നമുക്കിനി അത് കാണാം. അല്പം സാഹിത്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാങ്കേതിക വിദ്യയുടെ പൂരപ്പറമ്പാണ് ടാറ്റ ഹാരിയർ .EV എന്ന് പറയാം. അതങ്ങനെ ആക്കാൻ കാരണമുണ്ട്. ഈ ലുക്കിൻ്റെ കാര്യത്തിൽ മഹീന്ദ്രയുടെ 2 EVകളുമായിട്ട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ടാറ്റയ്ക്ക് അറിയാം. എന്ന് വെച്ചാൽ ഹാരിയറിൻ്റെ രൂപം മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഫുള്ളി ലോഡഡ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഫുള്ളി ലോഡഡാണ് ഈ ഒരു വാഹനം എന്നാണ് പറയേണ്ടത്. എല്ലാ തരത്തിലും, അതായത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. നിങ്ങളുടെ
ഡ്രൈവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ യാത്രയും ഈസി ആക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരു സ്വന്തം ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി സാങ്കേതികമായി ഇത്രയധികം മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ സാങ്കേതികമായി മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയി കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് മഹീന്ദ്രയുടെ കാര്യത്തിലും ടാറ്റയുടെ കാര്യത്തിലും ഒക്കെ ഇത്രയധികം സോഫ്റ്റ്വെയർ ഡ്രിവൺ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ പതുക്കെയാണെങ്കിൽ അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. കാരണം മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. ഇത്തരം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കമ്പനിക്ക് അല്ലാതെ തന്നെ OT അപ്ഡേറ്റ്സ് ഒക്കെ വഴി പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഉൾഭാഗം എന്ന് പറയുന്നത് പക്ക ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ തരത്തിലും കാണുമ്പോൾ തന്നെ ഇത് ഇലക്ട്രിക് ആണ് എന്ന് നമുക്ക് തോന്നുന്ന കളേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് രസകരമായിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഭംഗിയുള്ള ടെക്സ്റ്റൈഡായിട്ടുള്ള ഭാഗം. ഇതാണ് ഇതിന് ശരിക്കും ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ രൂപം സമ്മാനിക്കുന്നതെന്ന് പറയാം. ഇവിടെ വീണ്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗം, ഇവിടെ വൈറ്റ് ഫിനിഷും അതിൽ ബ്ലൂ ലൈനുകളും ടാറ്റ.EV എല്ലാ ടാറ്റ EVകളുടെയും പോലെ തന്നെ ഒരു ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നെക്സോണുമായിട്ട് കുറേ സാമ്യങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ തോന്നുന്നു. ഇവിടെ ആംബിയൻ ലൈറ്റിംഗ് ആണ് ഈ കാണുന്നത്, ബ്ലൂ നിറത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ് കാണുന്നു. പിന്നെ AC വെൻറ്റുകളൊക്കെ ഭംഗിയായിട്ട് ആ സൈഡിലും ഇവിടെയായിട്ടൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ രസമുണ്ട്, ഡിസൈൻ ഫ്ലോ ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. ഈ ഭാഗം മുഴുവനായിട്ടും ടച്ച് സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 ഫിസിക്കൽ സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. അത് AC-യുടെ ടെമ്പറേച്ചറിൻ്റെ സ്വിച്ചുകളാണ്. ബാക്കിയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത് ടച്ച് സ്വിച്ചുകളായിട്ടാണ്. ഇവിടെ 360 ഡിഗ്രി ക്യാമറ എന്നൊക്കെ പറയുന്നതിൻ്റെ അപാരമായ സാധ്യതകളാണ് വിനിയോഗിച്ചിരിക്കുന്നത്. 2D 3D പിന്നെ അതാ ചുറ്റുമുള്ള ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകൾ, ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. അങ്ങനെ അതാ ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ അങ്ങനെ കാണാം. ഏത് തരത്തിലുമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് റിമോട്ട് പാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ 14.53 ഇഞ്ചിൻ്റെ വമ്പൻ സ്ക്രീനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിൽ Arcade.TV എന്ന് പറയുന്ന ടാറ്റയുടെ EVകളുടെ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്, DJI ആക്സസ്. പിന്നെ കാണുന്ന ഡോൾബി ഡെമോ എന്ന് കാണുന്നത് ഇതിലൊരു JBLൻ്റെ 10 സ്പീക്കർ കിഡിലൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. JBL ബ്ലാക്ക് എന്ന് പറയുന്ന മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡോൾബി സൗണ്ട് കണ്ടോ, ഡോൾബി അമേസ്, ഗംഭീര അമേസ്, ഹോണ്ട അമേസാന്ന് തോന്നുന്നു പെട്ടെന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യമൊക്കെയാണ്. കണ്ടോ, ഡോൾബി അറ്റ്മോസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ കാണാം. പിന്നെ ആമസോൺ അലക്സ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ, ഇതിലൊരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്, അതിൻ്റെ സ്വിച്ചാണ് ആ കാണുന്നത്. അതുപോലെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. വളരെ വലിയ സ്ക്രീനാണ്, നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനുമാണ്, നല്ല കളേഴ്സാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം. പിന്നെ ഓട്ടോ കണ്ടോ, ഈ AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കതിൽ കാണാവുന്നതാണ്. റേഡിയോ പലതരത്തിലുള്ള, അതുപോലെ റേഡിയോ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഇതിൽ കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് ഡ്രൈവ് മോഡുകളാണ്. ഡ്രൈവ് മോഡുകളെന്ന് പറയുന്നത് ടെറൈൻ മോഡുകളുണ്ട് ഇതിൻ്റെ 4-wheel ഡ്രൈവ് വേർഷനിൽ, അത് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിലുള്ളത് ഡ്രൈവ് മോഡുകളാണ്. പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് വെറ്റ്, റഫ്, പിന്നെ കസ്റ്റം, സിറ്റി തുടങ്ങി ഇത്രയും മോഡുകളാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ റോട്ടറി സ്വിച്ചൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കണ്ട കീ ആണ് ഈ കാണുന്നത്. ഇവിടെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വയർലെസ് ചാർജിങ് പാഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ സൗകര്യപ്രദമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ റിമോട്ട് പാർക്കിങ്ങിന് വേണ്ടി സ്റ്റിയറിങ്ങിനെ സജ്ജമാക്കുന്ന സ്വിച്ച് എന്നാണ് പറയുന്നത്, അതാണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡും അത്തരം കാര്യങ്ങൾ ഇവിടെ കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സാമാന്യം ഡീപ്പായിട്ടുള്ളൊരു പോക്കറ്റാണ് നമ്മളിവിടെ കാണുന്നത്. ആംബ്രസ്റ്റിന് താഴെ അതിൽ 12 വോൾട്ടിൻ്റെ ചാർജറും കൂടാതെ 5 വോൾട്ടിൻ്റെ മറ്റും ചാർജൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ചിൽഡാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ബോട്ടിലൊക്കെ തണുപ്പിച്ച് സൂക്ഷിക്കാവുന്നതാണ്. വളരെ സൗകര്യപ്രദം മാത്രമല്ല, ഇതിന് ഈ ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഉയരത്തിലുള്ളവർക്കും കൈയൊക്കെ സുഖമായിട്ട് വെച്ചിരിക്കാൻ സാധിക്കും. പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ധാരാളമുണ്ട് എന്ന് മാത്രമല്ല 3 മെമ്മറി ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് മെമ്മറിയിൽ 3 പേരുടെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മെമ്മറിയിൽ സൂക്ഷിക്കാനും സാധിക്കും. അങ്ങനെ വളരെ മികച്ചൊരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താനും ബുദ്ധിമുട്ടില്ല. വെൻറ്റിലേറ്റഡും അതുപോലെ തന്നെ ഹീറ്റഡും ഒക്കെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ടാറ്റ ഇപ്പോൾ വളരെ മുന്നിലാണ്, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സൈഡിൽ ബോൾസേഴ്സൊക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഈ ലെതർ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനും വളരെ സുഖപ്രദമാണെന്ന് പറയാം. സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതും സീറ്റിൻ്റെ ഹൈറ്റും എല്ലാം കൂടി സുഖമായ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായ ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അതും വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൽ ആ വൈറ്റ് ഫിനിഷൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. JBLൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറൊക്കെ അവിടെ കാണാം. 2 വലിയ ബോട്ടിൽ വയ്ക്കാവുന്ന അത്രയും സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതും വളരെ തോട്ട്ഫുള്ളി ചെയ്ത കാര്യമാണ്, വളരെ സുഖമായിട്ടിരിക്കാം. ഇനി ഗ്ലൗ ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ
അതിലും സാമാന്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ സൺറൂഫ്, പനോരമിക് സൺറൂഫാണ്, അങ്ങ് പിൻഭാഗം വരെ നീളുന്നുണ്ട്. അതിന് അതിൻ്റേതായൊരു സുഖം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ കിയയുടെയും മറ്റും ഏറ്റവും ടോപ്പ് എൻഡ് വാഹനങ്ങളൊക്കെ കണ്ടിരുന്ന ആ ഒരു റിയർ വ്യൂ മിററിൻ്റെ ഭാഗത്ത് കാണുന്ന ക്യാമറയാണ്. അത് വളരെ സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല ഇത് റെക്കോർഡിങ്ങും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാഷ് ക്യാമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയേണ്ടത്. അത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് സാധാരണ ഒരു മിററായിട്ട് മാറുകയും ചെയ്യും. അതേതായാലും വളരെ ഗംഭീരമായൊരു കാര്യമാണ്. നല്ല റെസൊല്യൂഷനുള്ളൊരു ക്യാമറയുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സ്, വ്യൂവോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. മുൻഭാഗത്തെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുവരെ കണ്ട പിൻഭാഗത്തെ വ്യൂ ആണെങ്കിൽ അങ്ങനെ. പിന്നെ സൂം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ പല വ്യൂകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ രസകരമായിട്ടുണ്ട്. തന്നെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ഡ്രൈവിംഗ് സാഹചര്യത്തിൽ. ഇനി ഈ ഒരു ടച്ച് പാഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ സ്വിച്ചുകളുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ, അതുപോലെ ലോക്ക്, അത്തരം കാര്യങ്ങളെല്ലാം സ്വിച്ച്. കൂടാതെ ഈ കാണുന്ന ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളുമൊക്കെയാണ് ഈ ഒരു ടച്ച് പാഡിൽ നമ്മൾ കാണുന്നത്. അത് വളരെ ഭംഗിയുണ്ട്. അതൊരു അല്പം ടച്ച് സെൻസിറ്റിവിറ്റി കുറവാണെന്ന് തോന്നുന്നു. അതുകൂടി ഒന്ന് ശരിയാക്കാമാരെന്ന് തോന്നുന്നു. എന്തായാലും എന്നാലും മോശം എന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ കാര്യങ്ങൾ. നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ കാണുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ EVകളെല്ലാം കാണുന്ന അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലെന്ന് മാത്രമല്ല അതിൻ്റെ നടുവിൽ ഡിജിറ്റൽ ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോൾ, ഈ സൈഡിൽ വോളിയം കൺട്രോളും അതുപോലെ തന്നെ വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ചുകളുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു 12.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്ക്രീനാണ്. പക്ഷേ അത് വളരെ ഷാർപ്പായിട്ടുള്ള ലെറ്റേഴ്സും ഷാർപ്പായിട്ടുള്ള കളേഴ്സും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് രസകരമായിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ വെറ്റെന്ന് കാണുന്നതാണ് ഇതിൻ്റെ ഇപ്പം ഈ ഒരു ഡ്രൈവ് മോഡ് കാണുന്നത്. നമ്മളിവിടെ ഈ ഒരു റോട്ടറി സ്വിച്ച് ഇരിക്കുമ്പോൾ അത് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റഫ്, അതുപോലെ തന്നെ സിറ്റി എന്നുള്ള മോഡൊക്കെ മാറുന്നത് കണ്ടല്ലോ. പിന്നെ റേഞ്ച് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 97% റേഞ്ച് ഉള്ളപ്പോൾ 542 കിലോമീറ്റർ 97% ബാറ്ററി ഉള്ളപ്പോൾ 542 റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 550 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മളത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അത്തരം കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാകെ കുറച്ച് ഓടിയുള്ളതുണ്ടോ, 67 കിലോമീറ്റർ മാത്രം ഓടിയൊരു വാഹനമാണിത്. പിന്നെ നോർത്ത്, വെസ്റ്റ്, അത്തരം ഡയറക്ഷനും എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഉപയോഗിച്ചാലാണ് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുക. മറ്റ് വാഹനങ്ങളിൽ, ഐസ് വാഹനങ്ങളിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണെങ്കിൽ ഇതിൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ്ങിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ JBLൻ്റെ ട്വീറ്ററൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും സീറ്റിംഗ് പൊസിഷൻ ഗംഭീരമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒട്ടും തന്നെ ബോണറ്റൊന്നും കാണാത്ത രീതിയിൽ വളരെ താഴ്ന്ന ഒരു ബോണറ്റ് പൊസിഷനൊക്കെയാണ്. എന്ന് തന്നെയല്ല ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് വാഹനം വരുമ്പോൾ നമുക്ക് വാഹനത്തിന് അടിയിലുള്ള ക്യാമറയുണ്ട്. കൂടാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബോണറ്റ് കാണാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡിന് ഏറ്റവും പറ്റിയ ഓപ്ഷൻസാണ് അതെല്ലാം എന്നാണ് പറയേണ്ടത്. So pretty. Wow, not fair. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും അങ്ങനെ തൂങ്ങി പിടിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ നല്ല ഗംഭീരമായി നടന്നും കയറാൻ അത്രയും ഹൈറ്റൊക്കെ തന്നെയാണുള്ളത്. വേണമെങ്കിൽ ഫുൾ സ്റ്റെപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ കയറിയിരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു സ്പേസ് തന്നെയാണ്. ഇഷ്ടം പോലെ സ്പേസാണ്. തന്നെയല്ല വളരെ ഫ്ലാറ്റാണ് ഫ്ലോറെന്ന് മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് താഴെ അങ്ങനെ ഫ്ലോറിൽ ബാറ്ററി വിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് തീരെ കിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. സീറ്റിൻ്റെ പൊസിഷൻ അതനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൈ സപ്പോർട്ട് മോശമല്ല. എന്ന് തന്നെയല്ല നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള കുഷനിങ്ങും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ പറയുക ഇതിങ്ങനെ ഇട്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തെ സീറ്റിൻ്റെ രീതികളൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഇവിടെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ 65 വോൾട്ടിൻ്റെ 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും ഒരു പിശുക്കും കാണിച്ചില്ല കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. പിന്നെയുള്ള ബോസ് സീറ്റ് എന്ന് പറയുന്ന സംവിധാനം. അതായത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മുൻഭാഗത്തെ സീറ്റ് മുന്നിലേക്ക് തള്ളാം. പിൻഭാഗത്തിരിക്കുന്നവർക്ക് കൂടുതൽ സ്പേസ് സുഖമായിട്ട് കണ്ടെത്താം.
അത്തരം കാര്യങ്ങളുമൊക്കെ നല്ല തോട്ട്ഫുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. പിന്നെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ ഇവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ കൊടുത്തിരിക്കുന്നത് നമുക്ക് നടുവിൽ ചെറിയൊരു താങ്ങ് വേണമെങ്കിൽ ഡ്രൈവർ സീറ്റിലുള്ളതൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അത് മാനുവലിയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഡോർപാഡിൽ നല്ലൊരു ബോട്ടിൽ വയ്ക്കാം. പിന്നെ മൊബൈൽ വയ്ക്കാനായിട്ട് ഒരു റാക്ക് കൊടുത്തിരിക്കുന്നു. അത് നല്ല ഗംഭീരമായിട്ടുണ്ട്. അത് ചാടിപ്പോയിരിക്കാൻ വേണ്ടി അത് ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. പിന്നെ ട്യൂറ്റർ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല നിലവാരം, തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരം തന്നെയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഉള്ളത് ഒരു മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ കാണാവുന്ന കാര്യം. എന്തായാലും എങ്ങാറ്റത് തലയുടെ മുകളിൽ വരെ സൺറൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഹെഡ് സ്പേസ് ഒട്ടും മോശമല്ല, ലെഗ് സ്പേസ് മോശമല്ല. ലാവിഷായിട്ട് 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഗംഭീരമായൊരു ഇലക്ട്രിക് ഫാമിലി മിഡ് സൈസ് SUV എന്നാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ വിളിക്കാവുന്നത്. എന്ന് തന്നെയല്ല, മിഡ് സൈസ് SUVകൾ നമ്മൾ ഇതുവരെ കാണാത്ത പല കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഇത് കണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കാണ്, അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിച്ചിട്ടുമില്ല. എന്തായാലും പിൻഭാഗത്ത് 2 പേരിരിക്കാനാണ് കമ്പനി ഉദ്ദേശം തോന്നുന്നത്. കാരണം 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്നാലും പിൻഭാഗത്ത് വലിയൊരു പാഴ്സൽ ട്രേ ഉണ്ട്. ഒരുമാതിരി സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ടാറ്റ ഹാരിയർ .EVയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയൊരു കാര്യം. ബി പില്ലറിൽ AC വെൻ്റ് എന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ കാര്യമാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. അതും ഉയരത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണമായും സജ്ജമായൊരു വാഹനമെന്ന് തന്നെയാണ് ഇതിനെ വിളിക്കാവുന്നത്. പക്ഷേ ഇത് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഓടിച്ച് നോക്കുന്ന കാര്യമാണ്. ഓടിച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിന് ഡ്യുവൽ മോട്ടറുള്ള മോഡലല്ല, റിയർ വീൽ ഡ്രൈവ് മോട്ടറാണെന്നുള്ളതുകൊണ്ട് തന്നെ അല്പം പവർ കമ്പയർഡ് ടു 4 വീൽ ഡ്രൈവ് അല്പം കുറവാണ്. എങ്കിൽ പോലും അതുപോലും മോശമാകാനുള്ള സാധ്യതയില്ല ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട്. ടാറ്റ ഹാരിയറിൻ്റെ ഐസ് വേർഷൻ ഓടിക്കാൻ വളരെ രസകരമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റേഞ്ച് റോവറിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ് അവരാണ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ബേസിക് ആർക്കിടെക്ചർ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണെങ്കിലും ഇത് EV ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് EV പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ആ ഒരു സസ്പെൻഷനും ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ ഗുണവുമൊക്കെ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും EV ആയി മാറിയപ്പോഴുള്ള ഗുണങ്ങൾ കിട്ടുന്നുമുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വാഹനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ മികവ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ്.
അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് വാഹനത്തിൻ്റെ വിസിബിലിറ്റി അതുപോലെ സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് ഇലക്ട്രിക്കലി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റേഞ്ച് റോവർ ഡിസ്കവറി സ്പോർട്ട് ഓടിക്കുന്ന അതേ ഫീലാണ് നമുക്ക് കിട്ടുക. വളരെ സോഫ്റ്റായുള്ള സസ്പെൻഷൻ അതങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുകയാണ്. എന്തായാലും ടാറ്റയുടെ ഏറ്റവും മികച്ച വാഹനമായിട്ട് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് കേർവ് EV ആണ്. കേർവ് EV എന്ന് പറയുന്നത് ഗംഭീരമായ ഡ്രൈവബിലിറ്റിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം മികവ് പുലർത്തുന്നൊരു വാഹനമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു അഭിനന്ദനം കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ Harrier.EVയുടെ കാര്യത്തിലാണ്. Harrier.EV EVയിൽ കുറേ കൂടി കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചു വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ടാറ്റ ഓരോരോ വാഹനങ്ങൾ വരുമ്പോഴും കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു വരുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പണ്ടൊക്കെ ടാറ്റ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ മേലായിരുന്നു കാര്യങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സമ്പൂർണ്ണമായ ഒരു പ്രൊഡക്റ്റ് പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡൊക്കെ കഴിഞ്ഞിട്ടാണ് വിടുന്നതെന്ന് തോന്നുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 2 വീൽ ഡ്രൈവ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് വേർഷൻ എന്ന് പറയുന്നതാണ് ഇതുവരെ നമ്മൾ വീഡിയോകളൊക്കെ കണ്ടിരുന്നത്. അത് ഇന്ത്യയിലെ പൂർണ്ണമായിട്ടും 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓഫ് റോഡർ ആയിട്ടുള്ള ഇലക്ട്രിക് SUV ആണെന്നാണ് പറയേണ്ടത്. അതിൻ്റെ ഓഫ് റോഡ് മികവുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാരും വാങ്ങിക്കാൻ പോകുന്നത് ഈ ഒരു 2 വീൽ ഡ്രൈവ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഹനം തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും മല കയറുക എന്നുള്ളത് മാത്രമല്ല റോഡ് ഗ്രിപ്പ് അസാമാന്യമായ രീതിയിൽ കിട്ടുമെന്നുള്ളതാണ് ഓൾ വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ പ്രത്യേകത. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ റോഡ് ഗ്രിപ്പിലൊന്നും യാതൊരു കുറവും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ ഹാൻഡ്ലിങ് വെച്ചാൽ നമ്മൾ നല്ല സ്പീഡിൽ പോവുകയും വളവുകൾ വീശുകയൊക്കെ ചെയ്താലും കൈക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അതിൻ്റെ കാരണം സസ്പെൻഷനും അതോടൊപ്പം തന്നെ ഈ ഗംഭീരമായ പ്ലാറ്റ്ഫോമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓഫ് റോഡ് കഴിവുകളെന്ന് പറയുമ്പോൾ അത് മലകയറിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ 2 വീൽ ഡ്രൈവ് വാഹനമാണെങ്കിൽ പോലും ഇതിനുമുണ്ട് 600 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. അപ്പം ഈ മൺസൂൺ കാലത്തൊക്കെ ഏത് വെള്ളക്കെട്ടി കൂടെ ഓടിച്ചു പോകാന്നുള്ളൊരു ഗുണമാണ്. പ്രത്യേകിച്ച് EV ആകുമ്പോൾ നമ്മുടെ ഒരു പേടിയെന്ന് വെച്ചാൽ ബാറ്ററി പാക്ക് താഴെയല്ലേ ഇതിനെന്തെങ്കിലും സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒന്നുമില്ല. അത്തരമുള്ള റേറ്റിംഗ് എല്ലാം കിട്ടിക്കഴിഞ്ഞ വാഹനമാണ്. അതുകൊണ്ട് 600 mm പോലും വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ QWD അതായത് 4 വീൽ ഡ്രൈവ് വേർഷനിലേക്ക് പോകുമ്പോഴേക്കും 2 മോട്ടറാണുള്ളത്. 2 പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്കോണസ് മോട്ടോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ചേരുമ്പോൾ അതായത് ഫ്രണ്ട് ആക്സിലെ പിൻ ആക്സിലെ മോട്ടർ രണ്ടും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 390 SP ആണ് മാക്സിമം പവർ കിട്ടുക എന്നുള്ളത്. മാക്സിമം ടോർക്ക് 504 BSP ഉണ്ട്. അതിനാണ് 622 കിലോമീറ്റർ മാക്സിമം കിലോമീറ്റർ കിട്ടുന്നത്, റേഞ്ച് കിട്ടുന്നത്. അതിനും 20 to 80% ചാർജ് ആകാൻ 25 മിനിറ്റ് മതി 120 kW ചാർജറിൽ. പക്ഷേ ഒരു 7.2 kW ചാർജർ ആണെങ്കിൽ 0 to 100 എന്ന് പറയുന്നത് 10.7 hours കൊണ്ടാണ് ആകുന്നത്. ബാറ്ററി കപ്പാസിറ്റി 75 kW ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 75 kW ബാറ്ററി പാക്കുള്ള റിയർ വീൽ ഡ്രൈവ് വാഹനത്തിലാകുമ്പോഴത്തേക്കും 235 BSP ആണ് മാക്സിമം മോട്ടറിൻ്റെ പവർ കിട്ടുന്നത്. അതിൽ 315 Nm മാക്സിമം ടോർക്ക്. അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പവറിൻ്റെ ഫിഗറിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 4 വീൽ ഡ്രൈവ് വാഹനത്തിന് 6.3 സെക്കൻഡ്സാണ് 100 km വേഗമെടുക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ ഈ റിയർ വീൽ ഡ്രൈവിന് അല്പം കൂടി തീർച്ചയായിട്ടും സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ അത് എത്രയാണെന്നുള്ള കമ്പനി ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല. എന്തായാലും ഗ്രാജുവലി പവർ കയറി വരുന്ന രീതിയൊന്നുമല്ല ഈ ഒരു വാഹനത്തിന്. കാരണം 235 BSP ഉള്ളതുകൊണ്ട് അങ്ങനൊന്നും മോശമില്ല. വളരെ പെട്ടെന്ന് തന്നെ ആക്സലറേഷനിലേക്ക് ചാടി കുതിച്ചു പോകുന്ന അനുഭവം തന്നെയാണ് ഈ ഒരു വാഹനം തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിന് 627 km റേഞ്ച്, 5 km വ്യത്യാസമേ ഉള്ളൂ റേഞ്ചിൻ്റെ കാര്യത്തിൽ. ഇതിന് 7.2 kW ചാർജർ ആണെങ്കിൽ 10 to 100% ആകാൻ 10.7 hours അതുപോലെ തന്നെ 20 to 80% 25 മിനിറ്റ്സുമാണ് വേണ്ടി വരുന്നത്. അത് 120 kW ചാർജർ ആണെങ്കിൽ. ബ്രേക്കിംഗ് എല്ലാം പക്കയാണ്. രണ്ടും മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലൊന്നുമില്ല, 5.75 മീറ്റർ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സുഖമായിട്ട് തിരിച്ചെടുക്കാം. എന്തായാലും സസ്പെൻഷൻ കാര്യത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഓൾ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വിത്ത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായപ്പോലും ഉൾഭാഗത്തേക്ക് കാര്യമായ രീതിയിൽ ഈ ഒരു എന്താണ് മൂവ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡീസൽ ഹാരിയറിലൊക്കെ ആണെങ്കിൽ ട്വിസ്റ്റ് ബീമാണ് പിന്നിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എയർ സസ്പെൻഷനെ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. 4 വീൽ ഡ്രൈവ് വേർഷനിൽ അല്ലെങ്കിൽ QWD വേർഷനിൽ അധികമായിട്ട് വരുന്ന ചില കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു മല കയറുന്നു, കുന്ന് കയറുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 km/h ഹിൽ അസൻ കൺട്രോൾ അല്ലെങ്കിൽ ഓഫ് റോഡ് കോയ്സ് കൺട്രോൾ എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുകയാണെങ്കിൽ പിടിച്ച് കയറിക്കോളും. 5 km കൂടുതൽ സ്പീഡ് എടുക്കുകയുമില്ല. എന്നാൽ ഹിൽ ഡിസൻ കൺട്രോൾ നമുക്കിപ്പോൾ ഈ റിയർ വീൽ ഡ്രൈവ് വാഹനത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് മോഡലിൽ സ്നോ അല്ലെങ്കിൽ ഗ്രാസ്, മഡ് ഹട്ട്സ്, അതുപോലെ റോക്ക് കൗള്, സാൻഡ് തുടങ്ങിയ ട്രാക്ഷൻ മോഡുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫ് റോഡ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് ഫ്രണ്ടിലെയും പിന്നിലെ ആക്സിലുകളുടെ ആ ഒരു ബാലൻസ് കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ESC വേണ്ട സമയത്ത് ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ കൊടുക്കുന്നുണ്ട്. അത്തരം പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ മോഡ് മാറുന്നതനുസരിച്ച്. അതൊന്നും പക്ഷേ ഈ 2 വീൽ ഡ്രൈവ് മോഡലിൽ കൊടുത്തിട്ടില്ല. പിന്നെ സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, പിന്നെ നീ എയർ ബാഗ് പോലുള്ള കാര്യങ്ങൾ, കൂടാതെ ABS, EBD അത്തരം കാര്യങ്ങൾ, സെൻട്രൽ ലോക്കിംഗ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ADAS ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, സ്പീഡ് അസിസ്റ്റ് സിസ്റ്റം, ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ, ബ്ലൈൻഡ് സ്പോട്ട് കൊലീഷൻ, ലൈൻ ഡിപ്പാച്ചർ വാർണിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാച്ചർ പ്രിവെൻഷൻ അസിസ്റ്റ്, ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ഹൈ ബീം അസിസ്റ്റ്, പിന്നെ റിയർ ക്രോസ് ട്രാഫിക് അലർട്ട്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് എന്താ പറയുക, വളരെ ചെറിയ സ്പേസിൽ നിന്നും വാഹനം സുഖമായിട്ട് നമ്മളുള്ളിൽ ഇരിക്കാതെ തന്നെ നമ്മുടെ കീയിൽ റിമോട്ടിലൂടെ വാഹനം ചെറിയ സ്പേസ് നോക്കി ഇറക്കിക്കൊണ്ട് വന്ന് വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു പോകാവുന്ന സൗകര്യമുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വാഹനം പാർക്ക് ചെയ്യാം ഏതൊരു ചെറിയ സ്പേസിലും. അതിന് വേണ്ട പാർക്ക് അസിസ്റ്റ് ഉണ്ട്. പാർക്ക് അസിസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ വളരെ കൃത്യമായി ലൈനുകളൊക്കെ വരച്ചിട്ട സ്ഥലത്ത് മാത്രമേ ഈ പാർക്ക് അസിസ്റ്റ് വർക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് ഫോഴ്സ് പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഫീച്ചറുണ്ട്. അതായത് വാഹനം പെട്ടെന്നൊരു പാർക്ക് ചെയ്യുന്ന സ്ഥലം ഡിറ്റക്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഫോഴ്സ്ഫുള്ളി വേണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യിക്കാം എന്ന് പറയുമ്പോൾ അത് വളരെ ഈസിയാണ് ആ കാര്യം. നമ്മളിപ്പോൾ എല്ലായിടത്തും, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രത്യേകിച്ച് അവസ്ഥയിൽ എല്ലായിടത്തും കൃത്യമായ ലൈനുകളൊന്നും വരച്ച് കൃത്യമായ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഫോഴ്സ് പാർക്ക് അസിസ്റ്റ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നീ പാർക്ക് ചെയ്യടാ എന്ന് പറഞ്ഞ് ബലം പിടിച്ച് പാർക്ക് ചെയ്യിക്കാം. അതും അധികം വാഹനങ്ങളൊന്നും കാണാത്തൊരു ഫീച്ചറാണ്. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണ സജ്ജമായൊരു വാഹനമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ഇലക്ട്രിക് SUV എന്നുള്ള ഒരു കാര്യം, പിന്നെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ നിർമ്മിത SUV എന്നുള്ളത്, ഇലക്ട്രിക് SUV എന്നുള്ള മറ്റൊരു കാര്യം. അത് ഞാൻ 4 വീൽ ഡ്രൈവിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. 6.3 സെക്കൻഡ്സ്. കൂടാതെ ഫീച്ചേഴ്സിന് അയ്യരുകളി എന്ന് പറയും, ഇല്ലാത്ത ഒരു സാധനവുമില്ല. വളരെ എളുപ്പത്തിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണിത്. പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും ആരുടെ അസിസ്റ്റൻസ് ആവശ്യമില്ല. അതുപോലെ തന്നെ ADASൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ വളരെ സ്ട്രോങ്ലി ബിൽട്ടാണ് ഈ വാഹനം എന്നുള്ളത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതിൻ്റെ ഒരു ഗ്രിപ്പും അതുപോലെ തന്നെ ഈ വാഹനം നമുക്ക് ഒരു കോൺഫിഡൻസും എന്നൊക്കെ പറയുന്നത് അമേസിംഗ് ആണ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണിത്. പിന്നെ ചാർജിങ്ങിൻ്റെ ടൈം ആണെങ്കിലും വളരെ കുറവ്, റേഞ്ച് ആണെങ്കിൽ വളരെ കൂടുതൽ. എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു 550 റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയും വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ടൊരു വാഹനമായിട്ട് ഇതിനെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ പിൻഭാഗത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തൈ സപ്പോർട്ട് കുറയാറുണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളിലെങ്കിൽ. അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അതുപോലുള്ള കുഷനിങ് ആണ്, വളരെ ഫ്ലാറ്റ് ഫ്ലോറാണ്, 3 പേർക്ക് സുഖമായി ബാക്കിയിരിക്കാമെന്ന് മാത്രമല്ല നല്ല തൈ സപ്പോർട്ട് എന്നുള്ള ഒരു സംശയമില്ല. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളായാലും മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയായാലും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് ഈ വാഹനത്തിൽ കണ്ടെത്താം. നമ്മൾ ഇത്രയും കാലം കൊറിയൻ വാഹനങ്ങളിൽ, ഇപ്പോൾ കിയയിലും അല്ലെങ്കിൽ MG ചൈനീസ് വാഹനങ്ങളിലൊക്കെ നമ്മൾ അധികവും ഈ ഫീച്ചേഴ്സ് ഇതുപോലെ കുത്തി നിറച്ച് കണ്ടിട്ടുള്ളതെങ്കിൽ അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മഹീന്ദ്രയും തീർച്ചയായിട്ടും മോശമല്ല ആ കാര്യത്തിൽ. മഹീന്ദ്രയുടെ പുതിയ EVകൾ പോലെ തന്നെ അതിലും ഒരു പടി കൂടി മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം നമ്മൾ കുറച്ച് സമയമെടുത്ത് വേണം ഇത് പഠിക്കാൻ. കാരണം ഇതിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണ്ടമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സമയമെടുത്ത് തന്നെ പഠിച്ചു വേണം ഈ വാഹനം ഉപയോഗിക്കാൻ. അത്രയധികം കാര്യങ്ങൾ ടാറ്റ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ചാടാൻ പോകണം, കുഴി കണ്ടോ, എത്ര സോഫ്റ്റായിട്ടാണ് വാഹനം ഇറങ്ങിയതുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ഒരു കുഴിയിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. മോശം വഴിയിലൂടെ ഞാൻ വാഹനം തിരിച്ചെടുക്കുകയാണ്. ഇതൊന്നും ഉള്ളിലിരിക്കുന്നതിനെ അറിയിക്കാത്ത രീതിയിൽ വാഹനം ശരിക്കും നമുക്ക് കാണാം. എൻ്റെ ഒരു ബോഡി റോള്, വാഹനത്തിൻ്റെ ബോഡി റോൾ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ ഉള്ളിലിരിക്കുന്നവരുടെ ബോഡി റോളൊന്നും ഒട്ടും വ്യക്തമല്ലാത്ത രീതിയിൽ ഗംഭീരമായ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും മികച്ച ഒരു വാഹനം. ടാറ്റ കർവായിരുന്നു ഇതുവരെ ഒരു ബെഞ്ച് മാർക്കെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു ഗുണഗണങ്ങളുള്ള വാഹനമാണ് ഇപ്പോൾ ടാറ്റ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ടാറ്റ ഡോട്ട് ഹാരിയർ EVയുടെ 505 ലിറ്റർ ബൂട്ട് സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെയുമുണ്ട്, ഫ്രണ്ട് സ്പേസും ഉണ്ട്. അതാണ് ഈ കാണുന്നത്. 35 കിലോഗ്രാം ഭാരം സൂക്ഷിക്കാവുന്ന വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. മെയ്ഡ് ഇൻ ഓൾ വിമൻ അസംബ്ലി ലൈൻ, അതായത് സ്ത്രീകൾ മാത്രമാണ് ഹാരിയറിൻ്റെയും ഹാരിയർ EVയുടെയും നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ബാക്കിയെല്ലാം സെറ്റാക്കി നമ്മൾ പുരുഷന്മാരാണ് കേട്ടോ. ഒരു അസംബ്ലി ലൈനിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തതേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പുരുഷന്മാരാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ സ്ത്രീകൾ സൂക്ഷിക്കണ്ട. എന്തായാലും അങ്ങനെ ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു അംശം കൂടി ടാറ്റ ഹാരിയറിലും ടാറ്റ ഹാരിയർ EVയിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത്രയൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ഈ ഒരു ബോണറ്റ് ലിഡ് ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിൽ കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ വടിയൊക്കെ ഊരുകയും
പൊക്കി പിടിച്ച് ഇങ്ങനെ നിർത്തുകയൊക്കെ വേണമല്ലോ, അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നിർമ്മാണ നിലവാരം, ഇപ്പോൾ ഇത് അടയുമ്പോഴുള്ള ശബ്ദം നിങ്ങൾ കേട്ടല്ലോ, നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. വില നോക്കുകയാണെങ്കിൽ 21.49 ലക്ഷം രൂപയിലാണ് ഈ ഒരു റിയർ വീൽ ഡ്രൈവിൻ്റെ 65 കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ വില ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 75 കിലോ വാട്ടിൻ്റെ റിയർ വീൽ ഡ്രൈവ് മോഡലിൻ്റെ വില എന്ന് പറയുന്നത് 27.5 ലക്ഷം രൂപയാണ്. പക്ഷേ നമ്മൾ 4 വീൽ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ QWD മോഡലിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വില ഏതാണ്ട് 30,40,000 രൂപ അങ്ങനെ എന്തോ ആവും. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 32 ലക്ഷം രൂപയ്ക്കാണ് ടോപ്പ് എൻഡ് മോഡൽ 4 വീൽ ഡ്രൈവ് മോഡൽ കിട്ടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ മല കയറാനൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സുമുള്ള ഏറ്റവും മികച്ചൊരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന ഏറ്റവും റിയർ വീൽ ഡ്രൈവിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ. ഇതിൻ്റെ സ്റ്റെൽത്തിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ബ്ലാക്ക് ഇൻറ്റീരിയറൊക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു വേരിയൻ്റാണ് ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മഹീന്ദ്രയുടെ 2 പുതിയ പടക്കുതിരകളെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന രീതിയിലാണോ ഈ വാഹനത്തിൻ്റെ രൂപം എന്നെനിക്ക് അറിഞ്ഞില്ല. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും നേരെ നിന്നുകൊണ്ട് നീ ഏതാ എന്ന് മറ്റേ ഹർത്താലിൽ നിന്ന് ഓഫീസ് അടപ്പിക്കാൻ വന്നവൻ്റെ അടുത്ത് നല്ലൊരു ചുണക്കൂട്ടം ചോദിച്ച പോലെ ചോദിക്കാൻ പറ്റും. നീ ഏതാ എന്ന് മഹീന്ദ്രയുടെ EVയോട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വാഹനം വലിയൊരു വിജയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്നെയല്ല മലയുടെ മുകളിൽ കയറിയല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയൊരു മലയുടെ മുകളിൽ ഓടിച്ചു കയറ്റിയൊരു വാഹനം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് എബിലിറ്റീസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടാറ്റ ഹാരിയർ EVയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.